ആദ്യം പോകുന്നത് രാജ്യ തലസ്ഥാനത്തിലേക്ക്. ഇന്നലെ നമ്മൾ വലിയ സമരവും പ്രതിഷേധവും ഒക്കെ കണ്ടതാണ് രാജ്യ തലസ്ഥാനത്ത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു അപ്ഡേറ്റ് പറഞ്ഞുകൊണ്ട് നമുക്ക് ഹലോ മലയാളത്തിൻ്റെ ഈ മണിക്കൂർ തുടങ്ങാം. ഡൽഹിയിൽ സമരം ശക്തമാക്കാൻ തന്നെയാണ് CJPയുടെ തീരുമാനം. പോലീസ് പൊളിച്ചു നീക്കിയ സമരപ്പന്തൽ പ്രതിഷേധക്കാർ പുനർനിർമ്മിച്ചു. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവയ്ക്കും വരെ ജന്തർ മന്ദറിൽ തുടരുമെന്നാണ് CJP നേതൃത്വം വ്യക്തമാക്കുന്നത്. പിന്തുണ പ്രഖ്യാപിച്ച രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും സമരമുഖത്തേക്ക് എത്തുകയാണ്. വിശദാംശങ്ങളുമായി ER രാഗേഷ് നമുക്കൊപ്പം നാഷണൽ ഡെസ്കിൽ നിന്ന് ചേരുന്നു. ER രാഗേഷ്, ഗുഡ് മോർണിംഗ്. വലിയ അക്രമ സംഭവങ്ങളൊക്കെ ഇന്നലെ രാജ്യം കണ്ടിരുന്നു CJP പ്രതിഷേധവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അതിനുശേഷം ഇവരുടെ സമരപ്പന്തലൊക്കെ പോലീസ് പൊളിച്ചു നീക്കിയിരുന്നു. പക്ഷേ പൊളിച്ചു നീക്കിയ സമരപ്പന്തലിലേക്ക് രാത്രിയോടുകൂടി അഭിജിത്ത് ദീപ്ക്ക് അടക്കമുള്ള ആളുകൾ എത്തിയത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ പോലീസ് നടപടി ഉണ്ടാകുന്നു, 10-70 പേർക്കെതിരെ കേസെടുത്തു എന്നറിയുന്നു. എന്താണ് നിലവിലെ സാഹചര്യം? ഇന്ന് എന്തൊക്കെ പ്രതീക്ഷിക്കണം? സമരം വീണ്ടും ശക്തമായി മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ ഏതായാലും CJPയുടെ തീരുമാനം. കാരണം ഇന്നലെ പോലീസിന്റെ നടപടി നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ജന്തർ മന്ദറിൽ, കാരണം കഴിഞ്ഞ 30 ദിവസത്തിലധികമായി അവർ സമരം ചെയ്തിരുന്നത് ജന്തർ മന്ദറിലായിരുന്നു. ആ സമരപ്പന്തലൊക്കെ തന്നെ പൊളിച്ചു നീക്കുന്നതും കണ്ടു. പക്ഷേ രാത്രിയോടുകൂടി അങ്ങനെയല്ല സംഭവിച്ചത്. കാരണം കൂടുതൽ ആളുകൾ, CJP പ്രവർത്തകരൊക്കെ തന്നെ ജന്തർ മന്ദറിലേക്ക് എത്തുന്നതും കണ്ടു. ഏതാണ്ട് 1000-ലധികം പേർ ജന്തർ മന്ദറിൽ ഇത്തരത്തിൽ ഒത്തുകൂടുന്നതും കണ്ടു. പക്ഷേ രാവിലെ അത്രയും ആളില്ലെങ്കിൽ പോലും ഈ സമരവുമായി മുന്നോട്ട് പോകും എന്ന നിലപാടിൽ തന്നെയാണ് ഇപ്പോൾ ഏതായാലും CJP ഉള്ളത്. പാർലമെന്റ് മാർച്ച് അടക്കം വീണ്ടും നടത്താനുള്ള നീക്കങ്ങൾ നടക്കുകയും ചെയ്യുന്നുണ്ട് CJP. കാരണം അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്ന് പാർലമെന്റ് മാർച്ചായിരുന്നു. പക്ഷെ ഇന്നലെ പാർലമെന്റ് മാർച്ച് നടത്താൻ കഴിഞ്ഞില്ല. ചില പ്രവർത്തകരൊക്കെ തന്നെ ബാരിക്കേഡുകൾ ഭേദിച്ച് മുന്നോട്ട് പോയെങ്കിലും അവർക്ക് എതിരെയൊക്കെ തന്നെ വലിയ നടപടി ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സമരത്തിന് പിന്നോട്ടില്ല എന്ന നിലപാടിൽ ഇപ്പോൾ ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം പോലീസിന്റെയും സർക്കാരിന്റെയും ഇനിയുള്ള നീക്കം എന്ത് എന്നുള്ളത് കൂടി ഇക്കാര്യത്തിൽ നിർണായകമാണ്. കാരണം ഇന്നലെ ഒരു ചർച്ച നടന്നിരുന്നു. ആ ചർച്ചയിൽ പ്രധാനമായും 3 ആവശ്യങ്ങൾ അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഒന്ന്, മന്ത്രി രാജിവെക്കണമെന്നുള്ള ആവശ്യം തന്നെയാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അത് പക്ഷേ അംഗീകരിക്കാൻ സാധ്യതയില്ല. പക്ഷെ മറ്റ് ആവശ്യങ്ങൾ ഒരുപക്ഷെ സർക്കാർ പരിഗണിച്ചേക്കാം എന്ന സൂചനകൾ കൂടി ലഭിക്കുന്നുണ്ട്. കാരണം ഒന്ന്, സോനം വാങ്ചുക്കിനെ വിട്ടയക്കണം, ആശുപത്രിയിൽ നിന്ന് ജന്തർ മന്ദറിലെത്തി സമരം ചെയ്യാൻ അനുവദിക്കണം, അല്ലെങ്കിൽ നിരാഹാരം അവസാനിപ്പിക്കാൻ അനുവദിക്കണം എന്നൊരു ആവശ്യമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. അത് പക്ഷേ സർക്കാർ അംഗീകരിച്ചേക്കാം. മൂന്നാമതായി മുന്നോട്ട് വെക്കുന്ന ആവശ്യം ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് 1 കോടി നഷ്ടപരിഹാരം എന്നാണ്. അത് സർക്കാർ ഒറ്റയടിക്ക് അതിന് മറുപടി നൽകാനുള്ള സാധ്യത വളരെ കുറവായിരിക്കാം. പക്ഷെ എങ്കിൽ പോലും ഏതെങ്കിലും തരത്തിൽ സമിതിയെ നിയോഗിച്ച് അക്കാര്യങ്ങൾ പരിഗണിക്കാമെന്നൊരു ഉറപ്പ് ഒരുപക്ഷെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായേക്കാം എന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ ഈ പ്രശ്നം തീർക്കാനുള്ള ശ്രമങ്ങൾ ഒരുപക്ഷെ ഒരു ഭാഗത്ത് പോലീസിന്റെയൊക്കെ തന്നെ ഭാഗത്ത് നടന്നേക്കാം. കാരണം ഇന്നിപ്പോൾ ജന്തർ മന്ദറൊക്കെ തന്നെ നോക്കുകയാണെങ്കിൽ ഇന്നലെ വലിയ സംഘർഷം നടന്ന പ്രദേശമാണ്, സമര കേന്ദ്രമാണ്. അവിടെ വലിയ തോതിലുള്ള ഒരു സുരക്ഷാ സേനയുടെ സാന്നിധ്യം ഇന്നില്ല. അപ്പോൾ എന്താണ് പോലീസിന്റെ അടുത്ത നീക്കം എന്നുള്ളത് കൂടി ശരിയാറിലേക്ക് വരാം. ശരത്ലാൽ സംഭവ സ്ഥലത്ത് നിന്ന് കൂടി നമുക്കിപ്പം തത്സമയം ചേരുന്നുണ്ട്. ശരത്ലാൽ, ഗുഡ് മോർണിംഗ്. പോലീസ് പൊളിച്ചു മാറ്റിയ സമരപ്പന്തലിലേക്ക് തന്നെ ഇന്നലെ വൈകിട്ടോടുകൂടി ഈ പ്രവർത്തകരൊക്കെ, CJP പ്രവർത്തകരൊക്കെ കൂട്ടത്തോടെ എത്തുന്നത് നമ്മൾ കണ്ടിരുന്നു. ഇപ്പോൾ CJP പ്രവർത്തകർ കൂടുതൽ പേർ ഇന്ന് എത്തുമെന്നറിയുന്നു. അതിനൊപ്പം തന്നെ വലിയ സുരക്ഷാ വിന്യാസം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്താണ് നിലവിലെ സാഹചര്യം? എങ്ങനെ 2 വിഭാഗങ്ങളും നിലയുറപ്പിച്ചിരിക്കുന്നു ജന്തർ മന്ദറിൽ? സേതുലക്ഷ്മി, വളരെ പ്രധാനപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇപ്പോൾ ഇതാ വീണ്ടും നമുക്ക് കാണാം, നമുക്ക് മുമ്പിലുള്ളത് പൂർണ്ണ രൂപത്തിൽ കാണുന്ന രണ്ടാമത് CJP പ്രവർത്തകർ ഇവിടെ ജന്തർ മന്ദറിലേക്ക് എത്തിയിരിക്കുന്നു. അവിടെ വീണ്ടും സമരം തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് മുകളിലേക്ക് അത് പോലീസ് ഇന്നലെ നമ്മളെടുത്തത് തകർത്ത് കഴിഞ്ഞ സമരപ്പന്തൽ വീണ്ടും പുനഃക്രമീകരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇതിൻ്റെ പൂർണ്ണ രൂപത്തിൽ കാണാം. കാരണം ആ രീതിയിൽ തന്നെ ഇപ്പോൾ ഇന്നലെ തല്ലിയൊടിച്ച പാറ്റകളൊക്കെ തന്നെ തിരിച്ചു വന്നിരിക്കുന്നു രാവിലെ തന്നെ എന്നുള്ളതാണ്. പോലീസ് ആവട്ടെ ഒരു ബലപ്രയോഗത്തിന് ഇപ്പോൾ മുതിർന്നിട്ടില്ല. അവരെ ഇതിലേക്ക് പ്രവേശിപ്പിക്കാൻ അല്ലെങ്കിൽ ഇതിലേക്ക് പ്രവേശിക്കാൻ തടയുകയൊന്നും ചെയ്തില്ല. എന്നാലും കനത്ത പോലീസ് സുരക്ഷ തൊട്ടപ്പുറത്തു തന്നെയുണ്ട്. എന്നാൽ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് കാരണം ഇതൊക്കെ തന്നെ ഇപ്പോൾ നമുക്ക് രണ്ടാമത് പുനഃക്രമീകരിക്കുന്ന അല്ലെങ്കിൽ രണ്ടാമത് സാധനങ്ങൾ പതുക്കെ സാധനങ്ങൾ ബിൽഡ് ചെയ്യുന്ന CJP പ്രവർത്തകരെയാണ്. അപ്പോൾ നമുക്ക് ഒരു CJP പ്രവർത്തകരുണ്ട്. നമുക്ക് ഒരു കാര്യം ചോദിക്കാം. ആപ് കബ് തക് ഇധർ ഹൈ? जब तक ये प्रोटेस्ट चलेगा तब तक इधर है। आप कभी दूसरा अभी भी इधर दूसरा बार वापस आ गया इधर?
सर ये देखो, शिक्षा और समानता की लड़ाई है, सबसे बड़ी बात तो सर यही है। और जब तक ये हमारी मांगे हैं, जब तक वो पूरी नहीं हो पाएंगी, तब तक हम यहाँ से उठने वाले नहीं हैं बिल्कुल भी। അപ്പോൾ അതാണ് പറയുന്നത്. കാരണം ഒരു കാരണവശാലും ഇവിടുന്ന് പുറകോട്ട് പോകാൻ ഞങ്ങൾ തയ്യാറല്ല. തങ്ങളുടെ 3 ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അത് നടപ്പാൻ വരെ ഇവിടെ തന്നെ സമരം തുടരുമെന്നാണ് സാധാരണക്കാരായ CJP പ്രവർത്തകരും പറയുന്നത്. നമുക്കിപ്പോൾ അറിയാം. കാരണം നമുക്ക് ഇത്രയും അതിരാവിലെ തന്നെ ഇവിടെ പിന്നെ വിദ്യാർത്ഥികൾ വന്നുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ യുവാക്കൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ജന്തർ മന്ദിറിൽ ഇന്നലെ യുദ്ധക്കളമായിരുന്നു. ആ യുദ്ധക്കളമാണ് ഇപ്പോൾ വീണ്ടും CJP പ്രവർത്തകർ ജന്തർ മന്ദിറിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നത്. ഇതിനെ എങ്ങനെയാണ് പോലീസ് ഇന്ന് കൈകാര്യം ചെയ്യുക എന്നറിയാം. ഇതിനിടെയാണ് ഇന്ന് ഇന്ത്യ സഖ്യത്തിന്റെ യോഗമുണ്ട് 10 മണിക്ക്. 10 മണിക്കുള്ള ഇന്ത്യ സഖ്യ യോഗത്തിൽ CJP സമരത്തോട് നടക്കേണ്ട അല്ലെങ്കിൽ നിലപാടിൽ ഒരു തീരുമാനമുണ്ടാകും. കാരണം ഇതിൽ കോൺഗ്രസിൽ ഭിന്നാഭിപ്രായമുണ്ടായിരുന്നു. അത് എന്തായിരിക്കും അക്കാര്യത്തിൽ തീരുമാനമെന്ന് 10 മണിക്ക് മല്ലികാർജ്ജുന ഖാർഗെയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ഇന്ത്യ സഖ്യ യോഗത്തിൽ തീരുമാനമാകും. എന്നാലും ഈ ജന്തർ മന്ദിറിൽ നമുക്ക് കാണാൻ കഴിയുന്നത് KYS അടക്കമുള്ള SFI അടക്കമുള്ള അല്ലെങ്കിൽ വീണ്ടും നിരാഹാരം തുടരുമോ എന്നുള്ളതാണ്. ഏതായാലും CJP പ്രവർത്തകർ ഇപ്പോൾ വീണ്ടും വളരെ ശക്തമായി തന്നെ ജന്തർ മന്ദിറിൽ തിരിച്ചു വന്നിരിക്കുന്നു എന്ന് വേണം നമുക്ക് പറയാൻ. നമ്മൾ തീരെ ഇന്നലെ നമ്മൾ കണ്ടത് തീർത്തും യുദ്ധക്കളമായിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ കാണുന്നത് വർദ്ധിത വീരത്തോടെ തിരിച്ചെത്തിയ CJP പ്രവർത്തകരെയാണ്. ഒരടി പോലും തങ്ങളുടെ ആവശ്യത്തിന് പിറകോട്ട് പോകാൻ തയ്യാറില്ല. പോലീസിൽ വീശിയാലും ശരി, പാർലമെന്റ് മാർച്ചിലേക്ക് എത്താൻ കഴിഞ്ഞില്ലെങ്കിലും പാർലമെന്റ് മാർച്ചിൽ പാർലമെന്റ് മാർച്ചിലൂടെ തങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങൾക്ക് സർക്കാർ വഴങ്ങുന്നു എന്നൊരു ധാരണയാണ് ഇപ്പോൾ CJP പ്രവർത്തകർക്കുള്ളത്. കാരണം ചർച്ചയ്ക്ക് വിളിച്ചു, തങ്ങളുടെ ആവശ്യങ്ങൾ ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ ഇത്രയേറെ ലാത്തി ചാർജും അല്ലെങ്കിൽ ടിയർ ഗ്യാസും ഒക്കെ ഉണ്ടായിട്ടും സാഹചര്യം അല്പം മോശമാണെന്ന് മനസ്സിലാകുന്നു. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളൊക്കെ കാണുമ്പോഴത്തേനും കൂടുതൽ പ്രവർത്തകർ അവിടേക്ക് എത്തുന്നുണ്ട്. പോലീസ് പൊളിച്ചുമാറ്റിയ സമരപ്പന്തൽ അവരവിടെ പുനഃസ്ഥാപിച്ചിട്ടുണ്ട്.